രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരായ പരാതിയിൽ അന്വേഷണ സംഘം അതിജീവിതയുടെ മൊഴിയെടുക്കുന്നു. തിരുവനന്തപുരം റൂറൽ എസ്പിക്കാണ് അന്വേഷണ ചുമതല. എഫ്ഐആർ ഉടൻ രജിസ്റ്റർ ചെയ്യും. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിക്കാനും തീരുമാനമായി. സിജോ വിജോൺ ചേർന്ന വിശദാംശങ്ങൾ നൽകാൻ. സിജോ, ഇപ്പോഴും മൊഴിയെടുപ്പ് തുടരുകയാണോ? പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? മൊഴിയെടുക്കൽ തുടരുകയാണ്. തിരുവനന്തപുരം റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുക്കൽ തുടരുന്നത്. ഈ മൊഴിയും അതോടൊപ്പം തന്നെ ഈ അതിജീവിത പോലീസിൽ നൽകിയിരിക്കുന്ന പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഏതെല്ലാം വകുപ്പുകൾ പ്രകാരം കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും വൈകാതെ തന്നെ എഫ്ഐആർ ഇടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ന് തന്നെ എഫ്ഐആർ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നേരത്തെ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ എഫ്ഐആറിന് പുറമെയാണ് രണ്ടാമത് എഫ്ഐആർ കൂടി ഇപ്പോൾ ഇടുക. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുക. നേരത്തെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് കേസ് അന്വേഷിച്ചിരുന്നത്. പക്ഷേ ഈ രണ്ടാമത്തെ കേസ് അന്വേഷിക്കുന്നതിന് പ്രത്യേക ഒരു സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സംഘമാണ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുന്നത്. നാളെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു 164 സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷ കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിക്ക് കൊടുത്ത അപേക്ഷയിൽ വളരെ വേഗത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതി സമീപിക്കാനുള്ള തീരുമാനം കൂടി എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. അതിന് മുന്നോടിയായി തന്നെ പരമാവധി തെളിവുകൾ ശേഖരിച്ച് മൊഴികളെടുത്ത് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം.